വഖഫ് ബില്ലിന്റെ പേരിൽ മുനമ്പം നിവാസികളെ കബളിപ്പിച്ച് ബി.ജെ.പി. പ്രശ്നം പരിഹരിക്കാൻ ബില്ല് മതിയാകില്ലെന്ന് ഉറപ്പായിട്ടും എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ വാഗ്ദാനം. വാഗ്ദാനങ്ങൾ നൽകി പോകുന്നതല്ലാതെ പ്രശ്നപരിഹാരമാകുന്നില്ലെന്ന് മുനമ്പം പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യർ പ്രതികരിച്ചു. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ വഖഫ് ബില്ലിന് കഴിയില്ല എന്ന് ഉറപ്പായിട്ട് പോലും മുനമ്പം നിവാസികൾക്കെല്ലാം ഭൂമി തിരിച്ചു കിട്ടുമെന്നായിരുന്നു സമരപന്തലിന് സമീപം NDA നടത്തിയ യോഗത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത്. മുനമ്പം നിവാസികൾക്ക് നീതി കിട്ടണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകേണ്ടി വരുമെന്ന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ് വൈകിട്ട് സമരക്കാരെ കബളിപ്പിച്ചത്. You will get justice. You will get back your land. We will take all possible steps to ensure that not only you get justice, but no other people will suffer like the way people of Munambam have suffered. വഖഫ് ബിൽ എങ്ങനെയാണ് മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിക്കുക എന്ന സമരക്കാരുടെ ചോദ്യം കേൾക്കാൻ പോലും തയ്യാറാകാതെ എഴുതി വാങ്ങുകയായിരുന്നു കിരൺ റിജിജു. വഖഫ് ബിൽ പാസാക്കിയത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണെന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ വാക്കുകളിലും നിലപാട് വ്യക്തം. കോടതിക്ക് ഉപദേശിക്കാൻ, നിർദ്ദേശിക്കാൻ, വിധിക്കാൻ പറ്റില്ല. ആ ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കണമായിരുന്നു. അതായിരുന്നു ഫൈനൽ. കോടതിക്ക് അധികാരം കൊടുത്തു എന്നുള്ളത് ശരിയാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി. പലപ്പോഴും പലരും വന്ന് വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെന്ന സമരത്തിന് നേതൃത്വം നൽകുന്ന ഫാദർ ആന്റണി സേവ്യർ. ഞങ്ങളുടെ അവസ്ഥ കാത്തിരിപ്പ് തന്നെയാണ്. 2022 മുതൽ ഇത് കാത്തിരിപ്പാണ്. ഇതുവരെ എല്ലാവരും വാക്കുകൾ നൽകിയിട്ട് പോകുന്നല്ലാതെ ഇതുവരെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വഖഫിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഈ സ്ഥലം മാറ്റിയെടുക്കുക എന്നതാണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ നിരാഹാരം തുടർന്നുകൊണ്ട് പോവുക തന്നെ ചെയ്യും. അതിലിപ്പോൾ നിയമ പോരാട്ടങ്ങൾ ഒരു സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നു. അതേ രീതിയിൽ വഖഫ് അമെൻമെൻറ്റ് ബില്ല് ഏത് രീതി ഞങ്ങളെ സഹായിക്കുമെന്ന് ഇപ്പോഴും ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വഖഫ് ബില്ല് പാസ്സായതിനാൽ ഇനി ആർക്കും മുനമ്പം നിവാസികളുടെ അനുഭവം ഉണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞെങ്കിലും നിലവിലുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം അകലെയാണ്. മുനമ്പം നിവാസികൾക്ക് വേണ്ടത്ര പരിഗണന നൽകാതെ നടന്ന യോഗം ഫലത്തിൽ NDA യോഗം തന്നെയായി മാറി. കാര്യങ്ങൾ വ്യക്തമായതോടെ പ്രതിഷേധങ്ങൾ തുടരാനുള്ള തീരുമാനത്തിലാണ് മുനമ്പം സമരസമിതി. കൈരളി ന്യൂസ്, കൊച്ചി.